ഹലോ, എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പപ്പായ കൊണ്ടുള്ള സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ പപ്പായയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പൾപ്പ് എടുത്താണ് നമ്മൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാവേ. അപ്പം പപ്പായ നല്ല രീതിയിൽ അരിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അരിച്ചെടുക്കണം. നമ്മൾ നേരത്തെ ഒരു അലോവേരയില സോപ്പ് ഉണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് നമ്മൾ അടുത്തെടുക്കുന്ന പപ്പായയാണ് കേട്ടോ. പപ്പായ സോപ്പ് നല്ലതാണ്, നമ്മളെ സ്കിന്നിന് നല്ല സോപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ പൾപ്പ് എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സോപ്പ് ബേസായിട്ട് നമ്മൾ പിയേഴ്സ് സോപ്പാണ് എടുക്കുന്നത്. അല്ലാതെ തന്നെ കടകളിൽ നമുക്ക് സോപ്പ് ബേസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ സോപ്പ് ബേസ് വെച്ച് വാങ്ങിച്ചുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇനി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ഇനിയിപ്പം വെള്ളം ചൂടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ട് വേറൊരു പാത്രത്തിനകത്ത് നമ്മൾ പിയേഴ്സ് സോപ്പ് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള പാത്രത്തിൽ കുറച്ച് എണ്ണ തടവി വയ്ക്കുക. നമ്മൾ പിയേഴ്സാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സോപ്പ് ബേസ് ഇല്ലാത്തവർക്ക് പിയേഴ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതിൽ പിയേഴ്സ് സോപ്പിൽ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി പീസീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ മെൽറ്റ് ആവാൻ നമ്മൾ ചൂടാവുന്ന വെള്ളത്തിനകത്ത് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ പപ്പായയുടെ പൾപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആ ചൂടോടെ തന്നെ, തിളച്ചിരിക്കുന്ന അതേ ചൂടോടെ തന്നെ നമ്മൾ എണ്ണ തേച്ചിരിക്കുന്ന പാത്രങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. നമുക്ക് സോപ്പ് മോൾഡ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഉണ്ടാക്കിയ സോപ്പുകളാണിത്. 3 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളെ സോപ്പ് നല്ലതുപോലെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ആ ഓറഞ്ച് കളറിൽ ഇരിക്കുന്നതാണ് കേട്ടോ നമ്മൾ പപ്പായ കൊണ്ടുള്ള സോപ്പ്. മറ്റേ നമ്മൾ ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയ സോപ്പാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നമ്മൾ അത് കാണിക്കുന്നതായിരിക്കും. അപ്പം പപ്പായ കൊണ്ടുള്ള സോപ്പും അല്ലെങ്കിൽ ക്യാരറ്റ് വെച്ചുള്ള സോപ്പുമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സോപ്പ് സെയിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് 30 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മളെ കയ്യിൽ പിയേഴ്സ് സോപ്പ് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ സോപ്പ് ബേസ് വെച്ചിട്ടാണ് നമ്മൾ പിയേഴ്സ് സോപ്പ് ഉണ്ടാക്കുന്നത്. അതുപോലെ പപ്പായ, ക്യാരറ്റ്, അലോവേറ സോപ്പുകളൊക്കെ നമ്മളെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ താഴെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ. താഴെ മെസ്സേജ് ഇട്ടാൽ മതി. ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് നിങ്ങൾ മെസ്സേജ് ഇടുക. ആവശ്യമുള്ളവർ 30 രൂപയാണ് ഒരു സോപ്പിന് റേറ്റ് വരുന്നത്. അപ്പോൾ പപ്പായ കൊണ്ട് നമ്മൾ നേരത്തെ അലോവേര കൊണ്ടുണ്ടാക്കിയ സോപ്പിൻ്റെ വീഡിയോ ഈ ചാനലിൽ 2 ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. പപ്പായ കൊണ്ടുള്ള സോപ്പാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റാണ് നമ്മളെ സോപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുകൊണ്ടൊക്കെ ഇതുപോലത്തുള്ള വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ സോപ്പ് നല്ല രീതിയിലായിട്ട് നല്ല കട്ടിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇനിയുള്ള വീഡിയോസൊക്കെ നമ്മൾ ഉണ്ടാക്കിയ സോപ്പുകളുടെ വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കാണാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇനി നമ്മൾ സോപ്പ് ബേസ് വെച്ചിട്ടുള്ള സോപ്പും അത് കണക്ക് തന്നെ നമ്മളെ മോൾഡിൽ വെച്ച് സോപ്പ് ഉണ്ടാക്കിയതൊക്കെ നമുക്ക് ഇനി വീഡിയോസിലൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഈ പപ്പായ സോപ്പ് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അലോവേറയും നല്ല ഇതാണ് കേട്ടോ. അലോവേറ ചിലവരുടെ സ്കിന്നിന് ചിലപ്പോൾ പിടിക്കത്തില്ല. ചിലർക്ക് അലോവേറ സ്കിന്നിന് പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന സോപ്പുകൾക്ക് ആ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ സോപ്പുകൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കിയത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.